എന്നാ പരിപാടി? ഇന്നത്തെ പരിപാടി നമ്മൾക്ക് കഴിഞ്ഞ ദിവസം മുടങ്ങിപ്പോയ ഒരു റെസിപ്പി ഉണ്ട്. ആ എന്നിട്ട് എന്റെ ഗൂഗിൾ മീറ്റ് ക്ലാസ് ആയിരുന്നോണ്ട് അന്ന് വെറുതെ ചിക്കൻ കറി നോർമലി വെച്ചു. ഇന്ന് നമ്മള് അതിന് പകരമായിട്ട് പെപ്പർ ചിക്കൻ വെക്കാൻ പോവാ. പകരമല്ല, അന്നത്തെ ബാക്കിയായിട്ടെന്ന് പറഞ്ഞാലേ, നമ്മൾ ഇന്നലെ കോരത്തോടിന് പോയിട്ട് തിരിച്ചു വന്നപ്പോ നമ്മുടെ കൂട്ടത്തില് മാമനും അമ്മായിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മാമനൊക്കെ ഈ സാധാ ചിക്കൻ കറിയൊക്കെ വെച്ചാൽ വലിയ താല്പര്യമില്ല കഴിക്കാൻ. അപ്പൊ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് ഇച്ചിരി കുരുമുളകൊക്കെ ഇടുവാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. കുരുമുളക് പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പിലയും കുറച്ച് കടുക് പൊട്ടിച്ച്, ശക്കലം കടുക് പൊട്ടിച്ചു, അതിട്ട് വത്തൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഓടും. അല്ല, നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും എരിവ് മതി. എന്നെ അവർക്കൊക്കെ ചിക്കൻ കറി എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു മടുപ്പാണേ. അതുകൊണ്ട് നമുക്കിങ്ങനെ കുരുമുളകൊക്കെ ഇട്ടിട്ട് വെച്ച് കൊടുക്കുമ്പോ വേറെ ടേസ്റ്റ് അല്ലേ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി വെച്ച് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇഷ്ടപ്പെടും അവർക്ക് കഴിക്കാനൊക്കെ. ഇഷ്ടപ്പെടണം. അതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. വെറൈറ്റി ആയിട്ടൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം. എനിക്കത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് സവോളയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സവോളയും കൂടെ ഇട്ട് കൊടുക്കാവേ. വലിയ ചട്ടിയാണല്ലോ. അത് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നേ. കൊറേ മൺചട്ടി ഇരിപ്പുണ്ട് നമുക്ക്. മൺചട്ടി ഉണ്ട്. നമ്മൾ നേരത്തെ മൺകലത്തിലായിരുന്നു ചോറ് വെച്ചോണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ അടുപ്പില്ലാത്തത് കൊണ്ട് ഈ ഗ്യാസിൽ തന്നെ വെച്ച് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ഇതിന്റെ ചോട് വിണ്ടുപോകും. അതുകൊണ്ട് ഞാനിതൊന്നും ഇങ്ങനെ ഗ്യാസിൽ അധികം വെക്കാറില്ല. നമ്മൾ മീൻകറി സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു മൺചട്ടിയുണ്ട്. അത് മാത്രമേ ഗ്യാസേ വെക്കാറുള്ളൂ. അപ്പൊ ഇത് ഒത്തിരി നാളായില്ലേ എടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന മൺചട്ടിക്കകത്ത് വെക്കുന്ന കറിയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ഓർക്കുമ്പോഴേ, വെറൈറ്റി കറിയൊക്കെ വെക്കുമ്പോൾ നമുക്കറിയാതെ അങ്ങ് എടുത്തു പോകാൻ തോന്നും. എൻ്റെ ഒരു ഹോബിയായിരുന്നു സത്യം പറഞ്ഞ ഈ മൺപാത്രം മേടയില്. ഉപ്പിട്ട് കൊടുത്തു. കോരത്തോടിലായിരുന്നപ്പോഴേ ഒത്തിരി മൺപാത്രം ഉണ്ടായിരുന്നു. കൊറേ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കൊറേ. പക്ഷെ ഇതിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഗ്യാസേ വെച്ചാൽ വീണ്ടും പോയെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാനത് എടുക്കാതിരിക്കുന്നത്. നേരത്തെ നമ്മളെ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മള് മൺപാത്രം അതൊക്കെ ഇപ്പോഴും ഇരിക്കില്ല. നമ്മള് കഞ്ഞി കുടിച്ചോണ്ടിരുന്നത്. കഞ്ഞിപ്പാത്രമൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അതിനകത്ത് ചിക്കൻ കറി വിളമ്പാ അല്ലേ? നല്ലതല്ലായിരുന്നു നേരത്തെ. അങ്ങനെ ചോറൊക്കെ തിന്നത്തില്ലായിരുന്നു. അവിടെ ചൂടായിരുന്നത് കൊണ്ട് നമ്മള് അപ്പൊ വൈകുന്നേരം കഞ്ഞി ആ പാത്രത്തിനകത്ത് വിളമ്പിയിട്ട് കാന്താരി ഉള്ളിയും ചതച്ചിട്ട് തൈരും കൂടെ ഒഴിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ വെക്കുമായിരുന്നു. എന്നിട്ട് രാവിലെ പഴങ്കഞ്ഞി കുടിക്കും. ക്യാപ്സിക്കം ഒക്കെ ഇടാനുള്ളതാണോ? അതെല്ലാം ഇടാനുള്ളതൊന്നും. ഇനി എന്നാ പരിപാടി? ഇത് വഴണ്ട് കഴിഞ്ഞിട്ട് അതൊന്ന് വഴലട്ടെ. നമ്മുടെ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു കുരുമുളക് കൂടുതൽ ഇടുന്നതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. കുരുമുളക് പൊടി എപ്പോഴാണ് ഇടുന്നത്? കുരുമുളക് പൊടി നമുക്ക് കുരുമുളക് പൊടി വെതറി ഇളക്കി വേവിച്ചെടുക്കാം. ചിക്കൻ ചാറാക്കുമല്ലോ നമ്മൾ. ഇനി എന്നാ പരിപാടി? ഇനി നമുക്ക് ഈ പൊടി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനേ ഉപ്പും മഞ്ഞളും കൂടെ പുരട്ടി വെച്ചായിരുന്നു ചിക്കനിലെ. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിനകത്തൊരു കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടെ. സാധാരണ മറ്റു പാത്രത്തിലൊക്കെ വെക്കുവാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട. ഇതിൻ്റെ വെള്ളം ഇറങ്ങും. ഇത് ഈ ചട്ടി ആയതുകൊണ്ടേ ചോട്ടി പിടിച്ചെങ്കിലോ എന്നൊരു പേടി. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ ചിക്കനൊക്കെ ഏകദേശമേ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടെ ഇത് ഞാൻ ചതച്ചെടുത്ത കുരുമുളക്, ഇത് നല്ലതായിട്ട് പൊടിച്ചെടുത്തതേ, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ട് ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ച് തന്നെ ഇളക്കി പറ്റിച്ചെടുക്കാവേ. പറ്റിച്ചെന്ന് പറഞ്ഞാൽ ഇതിന് അധികം വെള്ളം ഇല്ല, ഇതിനകത്ത് കുറച്ച് വെള്ളം ഉള്ളൂ. അതും കൂടെ ഒന്ന് ഇളക്കി പറ്റിച്ചെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചേ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാവേ. ചാവാനുള്ള പണി ഒത്തു വരുന്നുണ്ടല്ലോ. ക്യാപ്സിക്കത്തിന് എരിവില്ലല്ലോ. ക്യാപ്സിക്കം അല്ല, ആ ചിക്കൻ കിടക്കുന്ന കണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. കുരുമുളകോ? അത് ഞാൻ ഇളക്കിയില്ല. ഇച്ചിരി വെള്ളം പറ്റാനുള്ളത് കൊണ്ടേ ചോട് തീർത്ത് ഇളക്കിയില്ല. അതുകൊണ്ടാ. സെറ്റാക്കി എടുക്കാല്ലേ.
ഉണ്ടോ ഇനി നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുരുമുളകൊക്കെ നന്നായിട്ട് പിടിച്ചത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് കരിവേപ്പില കൂടെ ഇട്ടിട്ട് ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് മൂടി വെക്കാം. അപ്പൊ ഇനി നമുക്ക് കഴിക്കാല്ലേ സെറ്റ് ആക്കിയിട്ട് 2-3 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം. ഒരു ശകലം വെളിച്ചെണ്ണ കൂടെ ഇതിന്റെ മണ്ടയിലോട്ട് ഒഴിച്ചിട്ട് സെറ്റ് ആക്കി മൂടി വെക്കുവേ. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം അത് നല്ലതായിട്ട് കട്ടയായിട്ടായിരിക്കുന്നത്. അതും കൂടെ കുറച്ചങ്ങ് ഒഴിച്ച് മൂടി വെക്കാം. അപ്പൊ കുഞ്ഞു അമ്മയും കൂടെ ഇതെല്ലാം കറിയെല്ലാം റെഡിയാക്കിയില്ലേ ചിക്കനൊക്കെ? ഞാൻ എണ്ണ ഒഴിച്ചു തരാം. ഇന്നത്തെ എന്റെ ജോലി അതാ. മതിയായിരിക്കും. ഓക്കെ, ഇനി ഒന്ന് മൂടി വെക്കാം. പിന്നെ കറി കഴിച്ചേക്കാല്ലേ? കഴിച്ചേക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കുഞ്ഞ് പറഞ്ഞ പോലെ ആ പാത്രം ഞാൻ പൊടി തട്ടി എടുത്തു കേട്ടോ. കുഞ്ഞേ, മൺപാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ. മൺപാത്രം കൊള്ളാല്ലേ? മൺപാത്രത്തിനകത്ത് വെച്ചുകൊണ്ട് നല്ല സൂപ്പർ ആയിരിക്കും തോന്നുന്നു. കഴിച്ചു നോക്കിയിട്ട് പറയാം. പോപ്പിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ? ചിക്കൻ പെപ്പർ ചിക്കൻ അടിപൊളി. അപ്പൊ കഴിച്ചു നോക്കി, ടേസ്റ്റ് നോക്കി. എരിവിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. കുരുമുളക് വാരിയിട്ടല്ലേ? കഴിച്ചു നോക്കിയിട്ട് പറ. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ. എന്റെ കണക്കിന് എരിവുണ്ട്. അതല്ലേ? നല്ല കുരുമുളകിന്റെ. മാഡം കുരുമുളക് മൊത്തം വാരിയിട്ടായിരുന്നു. കുരുമുളക് ചതച്ചും പൊടിച്ചും എല്ലാം വാരി ഉതറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോ ഇരിക്കാനേ അടിപൊളി പെപ്പർ ചിക്കൻ ആയിരുന്നു. സൂപ്പർ ടേസ്റ്റും ഉണ്ട്. നല്ല സാധനം. പോപ്പിക്ക് ഒത്തിരി എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഒത്തിരി ഞാൻ ചേർത്തില്ല കേട്ടോ. ഞാന് കോഴി ബിരിയാണി ഉണ്ടാക്കി, കപ്പ ബിരിയാണി. ആഹാ, അതുകൊണ്ടോ ഇതിനകത്ത്? ചിക്കൻ്റെ ചാറിനകത്ത് കപ്പയിട്ടിളക്കി. കുഴപ്പമില്ല, നല്ല അടിപൊളി സാധനം. അപ്പൊ എന്നാ പിന്നെ എല്ലാം കൂടെ എടുത്തോ, നമുക്ക് കഴിച്ചേക്കാം അല്ലേ? കഴിച്ചേക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.